സോഷ്യൽ മീഡിയയുടെയും ഡേറ്റിംഗ് ആപ്പുകളുടെയും ഈ കാലത്ത് ചില കാര്യങ്ങൾ അറിയാതിരുന്ന നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കും. ആ ചില കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം. Meet Sarah. She met Alex on a dating app. They talked for weeks. Late night calls, plans for the future. Then, right after their third date, Alex disappeared. No warning, no explanation. Sarah kept wondering, was it something I said? Did I do something wrong? Here we came to know about ghosting. ഗോസ്റ്റിംഗ് എന്താണെന്നൊരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾ ഡിസപ്പിയർ ആവുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് വെറും ഒരു കഥയല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പഠനങ്ങൾ പറയുന്നത് ഒരു 80% യങ് അഡൾട്ട്സും ഒരിക്കലെങ്കിലും ഗോസ്റ്റിംഗ് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒരാൾ ഗോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫീലിങ്സാണ് ആ സമയം ഉണ്ടാവാറ്? നമ്മൾ ശരിക്കും നമ്മുടെ ബ്രെയിൻ പിന്നെയും അവരുടെ റിപ്ലൈസിന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്യുന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കും. അവസാനം നമ്മൾ ഫീലിംഗ് ഓഫ് റിജക്റ്റഡ് ആയതായിട്ടൊരു ഫീലിംഗ് അനുഭവിക്കും. അവസാനം നമ്മൾ നമ്മുടെ എന്തോ മിസ്റ്റേക്ക് കൊണ്ടാണ് അവർ നമ്മളെ മൈൻഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ട് പോയത് എന്ന് വിശ്വസിക്കും. അങ്ങനെ സ്വയം നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്ന സിറ്റുവേഷനിലോട്ടാണ് ഈ ഗോസ്റ്റിംഗ് കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ ഒരു വാസ്തവം നിങ്ങൾ ഇവിടെ തിരിച്ചറിയേണ്ടത്, സപ്പോസ് ഞാനിപ്പോൾ നിങ്ങളെ ഗോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ മിസ്റ്റേക്കല്ല, എൻ്റെ ഉള്ളിലെ തന്നെ പ്രശ്നം കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഗോസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ, ആ ഒരു ഫീലിംഗ് ഓഫ് റിജക്ഷൻ നിങ്ങൾക്ക് തോന്നത്തില്ല. നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. സോ ഇന്ന് നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ റീസൺസ് ബിഹൈൻഡ് ഗോസ്റ്റിംഗ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ ശരിക്കും നമ്മളെ ഗോസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഫിയർ ഓഫ് കൺഫ്രണ്ടേഷൻ. അതായത് ഒരു ഏറ്റുമുട്ടലുണ്ടാവുമെന്ന് പേടിച്ചിട്ട് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻസിനെ നേരിടാനുള്ള ആ ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ആവാം ഒരു കാരണം. അടുത്തത് ലോക്ക് ഓഫ് ഇമോഷണൽ മെച്യൂരിറ്റി. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളത്. ഫിയർ ഓഫ് ഇൻറ്റിമസി. നമ്മൾ ആരോടെങ്കിലും വളരെ അങ്ങ് അടുത്ത് പോകുമെന്ന് പേടിച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് ഡിസപ്പിയർ ആവുക. ചിലരൊരു സെൽഫ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടും ഗോസ്റ്റിംഗ് ചെയ്യാറുണ്ടോ. അതായത് അവരുടെ ഫീലിങ്സിന് ഹർട്ടാവുന്നതിൽ നിന്നും അല്ലെങ്കിൽ അവർ റിജക്റ്റഡ് ആവുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ഗോസ്റ്റിംഗ് ചെയ്യാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ലോക്ക് ഓഫ് എമ്പതി. നമ്മളിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഡിസപ്പിയർ ആയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് എങ്ങനെ ഫീലാവും, എങ്ങനെ ഹർട്ടാവും എന്നൊന്നും ചിന്തിക്കാൻ, മീൻസ് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ കഴിയാതെ വരിക. അടുത്തൊരു കാരണം എന്ന് പറയുന്നത് അവോയ്ഡൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആവാം. നമ്മുടെ ഫീലിങ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസിനോടുള്ള റെസ്പോൺസിബിലിറ്റി അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ഗോസ്റ്റിംഗ് ചെയ്യാം. ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അതായത് ഒരു പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ കൃത്യമായിട്ട് ഹെൽത്തി ആയ രീതിയിൽ ഹാൻഡിൽ ചെയ്യാം എന്ന് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഗോസ്റ്റ് ചെയ്യുന്നതാവാം. ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല് കാരണമാകാം. ഒരു വ്യക്തിക്ക് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണെങ്കിൽ ഗോസ്റ്റ് ചെയ്തേക്കാം. കാരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫിയർ ഓഫ് കൺഫ്രണ്ടേഷൻ ആയാലും ഫിയർ ഓഫ് ഇൻറ്റിമസി ആയാലും ഇതെല്ലാം വരുന്നത് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. മറ്റൊരു കാരണം ആ വ്യക്തിയുടെ നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ് കാരണമാകാം. അതായത് അവരുടെ ഈഗോയോ നീഡ്സിനെയോ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് അപ്പം തന്നെ സ്റ്റെപ്പ് ബാക്ക്. ചില വ്യക്തികൾ പെട്ടെന്ന് മാറി നിൽക്കുന്നത് ഒരു പക്ഷേ ഇമോഷണൽ ഫെറ്റീഗ് കൊണ്ടാകാം. അവർ മെൻ്റലി വളരെ ലോ ആയി, ഭയങ്കരമായിട്ട് ഇമോഷണലി ടയേർഡായി, ഇനി ആർക്ക് റെസ്പോൺസ് കൊടുക്കാൻ വയ്യ എന്നൊരു സ്റ്റേജിലെത്തുമ്പോൾ മാറി നിൽക്കുക. എല്ലാത്തിനും ഉപരി നമ്മൾ സോഷ്യലി അവെയർ ആയിരിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്, ഒരുപാട് സോഷ്യൽ മീഡിയ ആപ്സ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ മറ്റു ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുമായിട്ടുള്ള കോണ്ടാക്റ്റ് നിർത്തിയതാവാം. ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. സോ അവെയർ ആയിരിക്കുക. ഗോസ്റ്റിംഗ് എന്താണെന്നും ഗോസ്റ്റിങ്ങിന് പിന്നിലെ സൈക്കോളജിക്കൽ റീസൺസ് എന്തൊക്കെയാവാമെന്നും നമ്മൾ ഒരുവിധം ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞു. സോ ഇനിയെങ്കിലും നിങ്ങളെ ആരെങ്കിലും ഗോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് കരുതി തളർന്നു പോകരുത്.
ഉറപ്പായിട്ടും അത് ആ ഗോസ്റ്റ് ചെയ്യുന്ന വ്യക്തിയുടെ എന്തോ ഒരു റീസൺ കൊണ്ടാണ് ഇങ്ങനെ ഗോസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും.